ആ സ്റ്റാർ മാജിക്കില് എന്തോ വന്നപ്പോ സൂചേട്ടൻ പരിചയപ്പെടുത്തിയതല്ലേ. ആ ഒരു ഇതല്ലാതെ പിന്നെ ഈ എന്നെക്കാളും കൂടുതൽ അവരെ പറ്റി അറിയാനുള്ളവർ ചിലപ്പം സൂചേട്ടന്റെ പഴയകാല സുഹൃത്തുക്കൾ കാണും. അവരെ പറ്റി അറിയണേ അവരോട് തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ എനിക്ക് അവരെ പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല ചേട്ടാ. അറിയാത്ത കാര്യം ഞാനത് ആ ഭാഗവേ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ അതൊന്നും കാണാറുമില്ല, കേൾക്കാറുമില്ല. എനിക്ക് ഇപ്പം ജീവനോട് ഇരുന്നപ്പോഴാണ് അവര് വരുന്നെങ്കിൽ അതിനൊരു അർത്ഥം ഉണ്ടെന്ന് നോക്കാം. നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു നോക്കൂ. ഏട്ടൻ ജീവനോടുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ സ്വാഭാവികം. കാരണം സൂചേട്ടൻ പരിചയപ്പെടുത്തിയപ്പോ പോലും പറയുന്നത് എന്റെ ആദ്യത്തെ വൈഫ് പോയപ്പോ എനിക്ക് രണ്ടാമതായി കൊണ്ടുവന്നാണ് എന്റെ വാവക്കുട്ടൻ എന്ന് പറഞ്ഞാൽ എന്നെ പരിചയപ്പെടുത്തുക. അത് ഞാനല്ല പരിചയപ്പെടുത്തിയത്, സുധിച്ചേട്ടനാണ് പരിചയപ്പെടുത്തിയത്. പിന്നെ ആ സമയത്ത് സൂചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ ആരോ പറഞ്ഞു എന്റെ പേരെന്താ പറയാത്ത, എന്റെ പേരെന്താ. സൂചേട്ടന് താല്പര്യമില്ല അത് പറയാൻ. പുള്ളിക്കാരി തന്നെ മെസ്സേജ് വന്നാലും സൂചേട്ടൻ എന്നോട് പറഞ്ഞു കേട്ടോ, എന്റെ പേരെന്താണ് നിങ്ങൾ പറയാതിരുന്നത്. അപ്പൊ സൂചേട്ടൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല പറയാൻ. എനിക്ക് താല്പര്യം സൂചേട്ടന്റെ വീട്ടുകാർക്ക് ആർക്കും, എനിക്ക് സൂചേട്ടനും താല്പര്യം, വീട്ടുകാരുടെ മോനും താല്പര്യമില്ല. ഇത് ഇങ്ങനെ അവർക്ക് അറിയത്തുമില്ല, പറയേണ്ട കാര്യമില്ലായിരിക്കും. അറിയത്തില്ല ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ സുധിച്ചേട്ടന് താല്പര്യമില്ലെന്ന് പറയാം. പിന്നെ ഞാൻ എന്തിനാണത് എനിക്കറിയത്തില്ല. സൂചേട്ടൻ പറഞ്ഞില്ല, അന്ന് പറഞ്ഞില്ല സൂചേട്ടൻ. പിന്നെ അന്ന് ജീവനോടുള്ള സമയത്ത് ഇവർ ഈ ഇന്റർവ്യൂ കൊടുക്കുക എന്താണ് ചെയ്തോട്ടെ, എനിക്ക് വിഷയമല്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അർത്ഥമുണ്ട്. സൂചേട്ടാ വാ എന്താ നിങ്ങൾ മറുപടി പറയാം, എനിക്കറിയില്ല, ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല, നിങ്ങൾ പറയുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോ സുധിച്ചേട്ടൻ മരിച്ചുപോയി 2 വർഷം കഴിഞ്ഞ്. മരണമെന്ന് പറഞ്ഞ സത്യമാണ്, അദ്ദേഹം തിരിച്ചിനി വരത്തില്ല. ഞാൻ എന്നാ ചെയ്യണം? സൂചേട്ടനെ എടുത്തോണ്ട് വന്ന് പുനർജനിപ്പിച്ച് എനിക്ക് മുന്നോട്ട് നിർത്താൻ പറ്റുമോ? ഞാൻ എന്താ എന്റെ നിസ്സഹായാവസ്ഥ, ഞാൻ എന്താണ് അതിന് പ്രതികരിക്കേണ്ടത്? എനിക്കറിയില്ല, എനിക്കറിയാവുന്ന കാര്യമല്ല അത്. പിന്നെ ഞാൻ എന്ത് പറയണം? എനിക്കറിയില്ല. ഇത് ഭയങ്കര പ്രശ്നം നടക്കുവാണെന്നാണ് ഞാൻ പുറമേ ഞാൻ ഒന്നും കാണത്തില്ല. ദൈവസത്യം, സുധിച്ചേട്ടന്റെ ആത്മാവ് സത്യം, ഞാൻ ഇതൊന്നും കാണാറില്ല. പിന്നെ അടുത്ത എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഞാൻ ആ പേര് പോലും പ്രതിപാദിക്കത്തില്ല. എനിക്ക് ഞാൻ ആ ഒരു പേര്, എന്റെ പേരെടുത്താണ് അവര് വൾഗർ ചാറ്റ്, സുധിച്ചേട്ടന്റെ വൾഗർ ചാറ്റ്, സെക്സ്, ഞാനും സുധിച്ചേട്ടൻ തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനും സുധിച്ചേട്ടനും തമ്മിലുള്ള സെക്സ് ചാറ്റിലെ അവര് പുറത്തുവിടുമെന്ന് പറഞ്ഞത്? സുധിച്ചേട്ടന്റെ കൂടെ കിടന്ന ഒരു കുഞ്ഞുണ്ടല്ലോ എനിക്ക്, ഇല്ലേ? പിന്നെ ഇനിയിപ്പൊ സുധിച്ചേട്ടൻ ഞാനും തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്തു വന്നാലും യാതൊരുവിധ പ്രശ്നം എനിക്കില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാൻ സൂചിച്ചേട്ടനോട് എനിക്കത് അങ്ങനെ ഞാൻ തന്നെ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടുള്ളത് ഇല്ലെന്നുള്ളത് 100% എനിക്ക് ഉറപ്പാണ്. ഇനി അഥവാ അവര് പുറത്തു വിടട്ടെ, വേറെ ആരും തമ്മിലുള്ളതല്ലല്ലോ. സുധിച്ചേട്ടന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയുമായിട്ടല്ലേ, വിഷയമേ അല്ല. പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളത്, സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ഞാൻ എന്തിനാണ് സുധിച്ചേട്ടന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ? എന്റെ പൊന്നെ, അന്ന ഒരു കാര്യം, സുധിച്ചേട്ടൻ ഉണ്ടാക്കിയ സ്വത്തെല്ലാം എടുത്തോണ്ട് പൊക്കോട്ടെ, എനിക്ക് വേണ്ട. എവിടെ ഉണ്ടാക്കിയിട്ട സുധിച്ചേട്ടൻ സ്വത്ത്? ഒന്നും ഉണ്ടാക്കാന്നാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ല. അദ്ദേഹത്തിന് അതിനുള്ള സമയം ദൈവം കൊടുത്തില്ല. സാരമില്ല, ദൈവം അനുഗ്രഹിച്ച എന്റെ സുധിച്ചേട്ടന്റെ ആത്മാവ് എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ തളരത്തില്ല. ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ. ഞാൻ അവരുടെ പേര് പ്രതിപാദിച്ചിട്ടില്ല, എനിക്കതിന്റെ ആവശ്യമില്ല. എന്റെ പേര് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ, ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. സുധിയുടെ 2ാം ഭാര്യയെടുത്ത് രേണുവിന് ഇതാണ് പറയാനുള്ളത്. ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ്. എനിക്കിതിനെക്കുറിച്ച് മറുപടിയോ കാര്യങ്ങളൊന്നും പറയാൻ താല്പര്യമില്ല. സുധി ജീവനോടുള്ള സമയത്താണ് ഇതിനെപ്പറ്റി പറയുന്നെങ്കിൽ ഒരു കാര്യമുണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹം മരിച്ചതിന് ശേഷം ഇങ്ങനെ വന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ എന്നെപ്പറ്റിയും കുറേയധികം വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് സ്വത്ത് തട്ടിയെടുക്കാനൊക്കെ ശ്രമിച്ചു, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ എനിക്കതിൻ്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ അദ്ദേഹത്തിനെ അപമാനിക്കുന്ന ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അദ്ദേഹത്തിനും ഈ ഒരു ഭാര്യയെപ്പറ്റി സംസാരിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് എങ്ങും സംസാരിക്കാഞ്ഞത്. ഇപ്പം അദ്ദേഹം മരിച്ചതിന് ശേഷം ഇതേ കണക്ക് വന്ന് സംസാരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് സംസാരിക്കണം, അതാണ് ശരിയായിട്ടുള്ളൊരു കാര്യം എന്നാണ് രേണു സുധി ഇപ്പം പറയുന്നത്.